റിയാസുദ്ദീൻ ഒരു തെരുവ് ഇതിന് മറുപടി പറയാൻ ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാൻ വേണ്ടി. അതെ അതെ, താങ്കളോട് തന്നെയാണ് ചോദ്യം. അവിടെ ഇപ്പോ ഒരു ജനപ്രതിനിധിയെ തടയുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കുറെ താങ്കളിലേക്ക് വരും. സമയം ഇനിയുണ്ടല്ലോ, 15-20 മിനിറ്റ് ഇനിയുണ്ട്. താങ്കളിലേക്ക് ഉണ്ട്, താങ്കളിലേക്ക് വരും. അതിന് മുമ്പ് റിയാസുദ്ദീനോടാണല്ലോ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ ഉയർന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കുറെ വിഷയങ്ങൾ ഇവിടെ ഉയർന്നു. ആ വിഷയങ്ങളെല്ലാം ഈ പറഞ്ഞ തെരുവ് യുദ്ധത്താൽ അങ്ങ് ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണോ എന്ന് ഡിവൈഎഫ്ഐയും CPM കൂടി ആലോചിക്കണ്ടേ? അല്ല, ഇവിടെ എത്ര ബോംബ് പൊട്ടിച്ചാലും ഏത് ബോംബ് പൊട്ടിച്ചാലും എന്തെല്ലാം തെരുവ് യുദ്ധങ്ങൾ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നാലും കേരളീയ പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഇത്രമേൽ നിഷ്ഠൂരമായ ഈ വിഷയത്തെ മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല. നിങ്ങൾ പാലക്കാട് വരൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലക്കാട്ടെ ഗ്രൗണ്ട് അതല്ല. നിങ്ങളിപ്പോൾ ഷാഫിയോടുള്ള സ്നേഹം കൊണ്ടോ മുഹബത്ത് കൊണ്ടോ ഒന്നും അല്ല, ഞങ്ങൾക്കറിയാം. ഇവിടെ ഷാഫിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി നടത്തുന്ന പ്രചരണങ്ങളെല്ലാം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവം അല്ല, ഞാൻ പറയട്ടെ, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഏതെല്ലാം ബോംബ് എങ്ങനെയെല്ലാം പൊട്ടിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒന്ന്. മറ്റൊന്ന്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ചില പേരുകളൊക്കെ പരാമർശിച്ചു, ചില പേരുകളല്ല, ഞാൻ പറയട്ടെ, ഞാൻ താങ്കളുടെ എല്ലാ താങ്കൾ പറഞ്ഞതിനെ എല്ലാം ക്ഷമയോടെ താങ്കൾ പറഞ്ഞതിനെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതാണ് പല ആരോപണങ്ങളും. താങ്കൾ അതിനുള്ള മാന്യത കാണിക്കണം, അല്ല ഞാൻ അതിനുള്ള മാന്യത അല്ല. അങ്ങനെ പുകമറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവുകളിൽ നിങ്ങൾക്ക് ഷാഫിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങൾ ഈ പ്രതികരണങ്ങൾ കൊണ്ടൊന്നും ഈ രാഹുൽ എന്ന് പറയുന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പാലക്കാട്ടേക്ക് വരും. സാഹചര്യം അതല്ല. കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് ഈ ക്രിമിനലിനെ മറച്ചു പിടിക്കാൻ ഒളിച്ചു പിടിക്കാൻ സംരക്ഷിക്കാൻ ഈ MLAയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒന്ന്. മാധ്യമങ്ങളിലെല്ലാം ഞാനൊന്ന് പറയട്ടെ അല്ല അഭിലാഷ്, എനിക്ക് മറുപടി പറയാനുള്ള സമയമല്ലേ? ഞാനൊന്ന് ദിവസവുമായി പലതും പലരെ കുറിച്ചും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുമെല്ലാം സിമി റോസ്വെല്ലാം നടത്തിയ പ്രസ്താവനകളെല്ലാം പല വീഡിയോ. അപ്പൊ നിങ്ങൾ അതിന്റെ ആധികാരികതയെ കുറിച്ചും അതിലേക്കൊന്നും പോവണ്ട. നോക്കൂ, എൽദോസ് കുന്നപ്പള്ളി അവിടെ നിൽക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങളുടെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നിൽക്കുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് പറഞ്ഞപ്പോ ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതിലേക്കൊന്നും ഞങ്ങൾ എന്റെ ചർച്ച തടസ്സപ്പെടുത്തി പറയട്ടെ. ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ചാൽ മതി. ഓരോരുത്തർക്കായി അവസരം എനിക്ക് സമയം അനുവദിച്ചാൽ മതി. പിന്നെ നിങ്ങളിവിടെ ചില ഭാഷകളെ കുറിച്ചൊന്നും പറഞ്ഞു. എന്തായാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ KPCC പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം വിളിച്ച ഭാഷയൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വിളിച്ച ഭാഷയെ ന്യായീകരിക്കുന്നില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്നത്തെ നോക്കൂ, KPCC പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം വിളിച്ച ഭാഷയൊന്നുമല്ല. വിളിച്ച ഭാഷയിലെ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല, ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നുമില്ല. മറ്റു ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ബോധപൂർവമായി ചില ബോംബുകൾ പൊട്ടുമെന്ന് പറഞ്ഞു. പൊട്ടിയ ബോംബ്, ഇന്നലെ ഒരു ബോംബ് പൊട്ടി AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയിട്ടാണ്. അതിലെ KPCC ഓഫീസിന്റെ ഇയാള് പൊട്ടിക്കുന്ന ബോംബൊക്കെ ചീറ്റിപ്പോവുകയാണെന്നേ. ഏത് ബോംബ് പൊട്ടിച്ചിട്ടും എന്ത് പ്രതികരണം നടത്തിയിട്ടും ഏത് അക്രമാസക്തമായ പ്രതിഷേധം കൊണ്ടും ഏതെങ്കിലും ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ നേതാവ് പെണ്ണ് പിടിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വല്ല ഉളുപ്പുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലേ അതിൽ തല്ലുകൊള്ളുന്നത്? ഇന്നലെ തിരുവനന്തപുരത്തെല്ലാം നമ്മൾ കണ്ടു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെല്ലാം വേണ്ടി തല്ലുകൊള്ളാൻ വല്ല ഉറപ്പുമുണ്ട്? ആ വാക്ക് കുറഞ്ഞു പോയി എന്നറിയാം. നിങ്ങൾ എന്ത് ബഹളം വെച്ചിട്ടും കാര്യമില്ല. ഈ MLA കേരളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ MLA എവിടെ നിങ്ങളുടെ മാങ്കൂട്ടത്തിൽ എവിടെ രാഹുൽ എവിടെ? അയാളെ കൊണ്ടുപോവാ, പാലക്കാട്ടേക്ക് കൊണ്ടുപോവാ. നിങ്ങൾക്ക് ആർജവുണ്ടോ?
പാലക്കാട് ആവശ്യപ്പെടുന്നു. ഇങ്ങോട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നിങ്ങൾ കൊണ്ടുവാ. ശരി 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 ഓക്കേ, സംരക്ഷണം ഓക്കേ. കൊടുക്കുന്ന ഷാഫി ശരി, പറമ്പിൽ നമുക്കത് നിർത്താം. വി.ഡി. സതീശൻ ഇപ്പൊ പോയല്ലോ ശരി. ദുബായിക്ക്. എല്ലാ ബോംബ് പൊട്ടിച്ചിട്ട് ദുബായിലേക്ക് പോയല്ലോ. ബോംബ് പൊട്ടിച്ചിട്ട് ദുബായിലേക്ക് വണ്ടി കയറിയ വി.ഡി. സതീശനോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളൊന്ന് പറയട്ടെ, കൊണ്ടുവാ, പാലക്കാട്ട് കൊണ്ടുവാ, രാഹുലിനെ കൊണ്ടുവാ, ശരി ശരി ഓക്കെ രാഹുലിനെ കൊണ്ടുവാ. ശരി 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 രണ്ടുപേർക്കുമുള്ള അവസരം കഴിഞ്ഞു.